എം.ആർ. അജിത് കുമാർ തിരികെ വരുന്നു നിലമ്പൂർ മൂരി ആഫ്രിക്കൻ വനാന്തരങ്ങളിലേക്കും. എന്തൊക്കെയായിരുന്നു? മലപ്പുറം കത്തി, അമ്പും വില്ലും, വനക്കൊള്ളക്കാരന്മാരുടെ ഒരു ഉടായിപ്പ് ചാനലും നിലമ്പൂർ കാക്കയും ചേർന്ന് 2.5 മാസക്കാലം എന്തൊക്കെ പുകിലുകളായിരുന്നു നടത്തിയത്. മലയാളത്തിലെ സകലമാന ചാനലുകളും നിലമ്പൂർ മൂരിയുടെ മുക്ര കേൾക്കുവാനായി അയാളുടെ പിന്നാലെ പോയി. രാത്രിയെന്നില്ല പകലെന്നില്ല നിലമ്പൂർ മൂരി കാഷ്ടിച്ചതെല്ലാം അവർ നാട്ടുകാർക്ക് ചൂടോടെ എടുത്തു വിളമ്പി. അവസാനം എന്തായി? പറഞ്ഞതെല്ലാം വെറും ഗ്യാസാണെന്ന് വെളിവായി. പറഞ്ഞതിനൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല, തെളിവുകളുമില്ല എന്ന് വെളിവായി. ഒടുവിലിതാ സുജിത് ദാസ് IPS തിരികെ സർവീസിൽ പ്രവേശിച്ചു. അമ്പൂക്കായുടെ ആരോപണങ്ങൾക്കൊന്നും യാതൊരു തെളിവോ അടിസ്ഥാനമോ ഇല്ലെന്ന് കണ്ട് വിജിലൻസ് എം.ആർ. അജിത് കുമാറിന് ക്ലീൻ ചിറ്റും നൽകി. അദ്ദേഹം ഉടനെ പഴയ പദവിയിലേക്ക് തിരികെ വരും, പോലീസ് മേധാവിയുമാകും. അമ്പൂക്കായോ പദവിയും പോയി, മാനവും പോയി, പഴയ പണിക്ക് ആഫ്രിക്കൻ വനാന്തരങ്ങളിലേക്ക് പോകുവാൻ ഒരുങ്ങുകയാണ് എന്നാണ് വിവരം. അനധികൃത സ്വത്ത് സമ്പാദന ആരോപണത്തിൽ ADGP എം.ആർ. അജിത് കുമാറിനെതിരെ തെളിവുകളൊന്നുമില്ലെന്ന് വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത അന്തിമ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. നേരത്തെ അജിത് കുമാർ IPSന് ക്ലീൻ ചിറ്റ് നൽകുന്ന റിപ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായ SP വിജിലൻസ് ഡയറക്ടർക്ക് സമർപ്പിച്ചിരുന്നു. റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ അടക്കം അന്ന് പുറത്തും വന്നിരുന്നു. ഇത് ശരിവെക്കുന്നതാണ് ഇപ്പോൾ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിലുള്ളത്. വീട് നിർമ്മാണം, ഫ്ളാറ്റ് വാങ്ങൽ, സ്വർണ്ണക്കടത്ത് എന്നിവയിൽ അജിത് കുമാർ അഴിമതി കാട്ടിയിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. PV അൻവർ ഉയർത്തിയ ആരോപണങ്ങളിലാണ് വിജിലൻസ് അന്വേഷണം നടത്തിയത്. കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കടത്തിന് മലപ്പുറം SP സുജിത് ദാസ് ഒത്താശ ചെയ്തെന്നും ഇതിന്റെ വിഹിതം അജിത് കുമാറിന് ലഭിച്ചിട്ടുണ്ടെന്നും ആയിരുന്നു പ്രധാന ആരോപണം. എന്നാൽ ഈ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് കണ്ടെത്തി. യാതൊരു തെളിവും കണ്ടെത്താനായില്ല. കവടിയാറിലെ ആഡംബര വീട് പണിതതിൽ ക്രമക്കേട് എന്നതായിരുന്നു രണ്ടാമത്തെ ആരോപണം. എന്നാൽ ആരോപണത്തിൽ ഉന്നയിച്ചതിന്റെ പകുതിയിൽ താഴെ വിസ്തീർണത്തിലാണ് വീട് നിർമ്മാണമെന്ന് തെളിയുകയുണ്ടായി. അതും വീടിന്റെ പ്ലാൻ മാത്രമേ ഇതുവരെ ആയിട്ടുള്ളൂ. വീട് നിർമ്മാണത്തിനായി SBIയിൽ നിന്ന് 1.5 കോടി രൂപ വായ്പ എടുത്തിട്ടുണ്ടെന്നും കണ്ടെത്തി. കുറവങ്കോണത്ത് ഫ്ളാറ്റ് വാങ്ങി ഇരട്ടി വിലയ്ക്ക് മറച്ചു വിറ്റു എന്നതായിരുന്നു മറ്റൊരു ആരോപണം. സ്വാഭാവികമായ വിലവർധനയാണെന്നും വിൽപ്പനയിൽ ക്രമക്കേടില്ലെന്നും വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തി. അടുത്ത പോലീസ് മേധാവിയെ കണ്ടെത്തുവാൻ സർക്കാർ പരിഗണിക്കുന്ന പട്ടികയിൽ എം.ആർ. അജിത് കുമാറിന്റെ പേര് മുൻപന്തിയിലുണ്ട്. അതുപോലെ 6 സംസ്ഥാനങ്ങളിലെ 8 നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ചു കഴിഞ്ഞു. പരാതികൾ പരിഹരിച്ച് അന്തിമ വോട്ടർ പട്ടിക മെയ് 5-ന് പ്രസിദ്ധീകരിക്കുവാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നിർദ്ദേശം നൽകി. ഗുജറാത്ത്, ബംഗാൾ, മണിപ്പൂർ, കേരളം, പഞ്ചാബ്, ജമ്മു കാശ്മീർ സംസ്ഥാനങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചത്. ഗുജറാത്ത്, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ 2 മണ്ഡലങ്ങളിലും, ബംഗാൾ, മണിപ്പൂർ, കേരളം, പഞ്ചാബ് എന്നിവിടങ്ങളിലെ ഓരോ മണ്ഡലങ്ങളിലുമാണ് ഉപതെരഞ്ഞെടുപ്പ്. കേരളത്തിൽ നിലമ്പൂരിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. മെയ് മാസത്തിൽ തന്നെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് അഭ്യൂഹമുണ്ട്. അന്തിമ തീരുമാനമെടുക്കേണ്ടുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. LDF സ്വതന്ത്രനായിരുന്ന PV അൻവർ രാജിവെച്ചതിനെ തുടർന്നാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും ADGP എം.ആർ. അജിത് കുമാറിനെതിരെയും വിവിധ ആരോപണങ്ങൾ ഉന്നയിച്ചായിരുന്നു അൻവർ ഇടതുമുന്നണി വിട്ടത്. ജനുവരി 13-ന് സ്പീക്കർക്ക് അദ്ദേഹം രാജി നൽകി. എടുക്കാച്ചിറക്കായി നടന്ന അൻവർ ഇപ്പോൾ തൃണമൂൽ പാർട്ടിയുടെ ഭാഗമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെയെങ്കിലും കോൺഗ്രസിൽ കയറി പറ്റുവാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. മൂരിയെ എടുത്താൽ കോൺഗ്രസിന്റെ കാര്യം അധോഗതി എന്ന് അറിയാവുന്നതുകൊണ്ടാവണം മൂരിയെ അവർ ഇതുവരെ അടുപ്പിച്ചിട്ടില്ല. വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് അൻവർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം 8 നിലയിൽ പൊട്ടുമെന്നറിയാം. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2700 വോട്ടുകൾക്കാണ് PV അൻവർ കോൺഗ്രസിലെ VV പ്രകാശിനെ പരാജയപ്പെടുത്തിയത്. സ്വർണം പൊട്ടിക്കലിന് പോകുന്ന ഏതോ വാളുകൾ പറയുന്നത് കേട്ട് തെളിവുകളൊന്നുമില്ലാതെയാണ് വെളിവില്ലാത്ത നിലമ്പൂർ മൂരി ആരോപണ പെരുമഴയായി കളം നിറഞ്ഞാടിയത്. അവസാനം എം.ആർ. അജിത് കുമാർ കൂടുതൽ ശക്തനായി പോലീസ് മേധാവിയായി തിരികെ വരാൻ പോകുന്നു അമ്പൂക്ക ആഫ്രിക്കൻ വനാന്തരങ്ങളിലേക്കും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.